കഴിഞ്ഞ ദിവസം നമ്മൾ ആ മെത്തേഡ് നോക്കിയിരുന്നു. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. അപ്പോൾ അത് ശരിയാവണോ നമുക്കിത് അറിയണ്ടേ. അപ്പോൾ ആദ്യം നമ്മൾ യുവും വി ഒക്കെ എടുത്തായിരുന്നു. യുവിൻ്റെ ഡിഫറൻഷ്യൽസ് 0 വരെ ആക്കി, വി ഇൻറ്റഗ്രേറ്റ് ചെയ്തു, 0ൻ്റെ ഒപ്പം വരെ നമ്മൾ വിൻ്റെ ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷൻ പ്രകാരം ഇത് വാലിഡ് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതായിരുന്നു നമ്മുടെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഇക്വേഷൻ. യു ഇൻറ്റഗ്രൽ വി മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് യു ഡാഷ് ഇൻറ്റു ഇൻറ്റഗ്രൽ വി. അതായത് യു ഡാഷിനെ യുവിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക, ബിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രോബ്ലത്തിലേക്ക് വന്നതെന്ന് നോക്കാം. ഇത് യു, ആ യു നമ്മൾ എടുത്ത് എഴുതി, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പൊ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് അതിനെന്ത് പറയാം, യു ഡാഷ് എന്ന് പറയാം. പിന്നെ അതെന്തായി, യു ഡബിൾ ഡാഷ് ആയി, സോ ഓൺ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വി എന്ന് പറയുന്ന ടേം ഇവിടെ എഴുതി നമ്മൾ ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഈ വിനെ നമ്മൾ 2 പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഈ വിനെ 3 പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പ് ഈക്വേഷൻ വെച്ച് നമുക്ക് നോക്കാം. യു എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ടേം ഇൻറ്റു വിന്റെ ഇൻറ്റഗ്രൽ. അപ്പോൾ ഇവിടെ തന്നെ യു ഇൻറ്റഗ്രൽ വി വന്നു. പിന്നെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അതിവിടെ വന്നില്ലേ. അടുത്തത് യു ഡാഷ് ഇൻറ്റഗ്രൽ വി, ഇത് യു ഡാഷ് ആണ്. പിന്നെ വി ഇന്റഗ്രൽ വി എന്ന് പറയുമ്പോൾ ഇതാണ് ടേം. അത് കഴിഞ്ഞിട്ട് ഇവരെ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായി, നമ്മുടെ ഇക്വേഷൻ വാലിഡ് ആയിട്ട് വന്നു. ഇത് എത്ര ടേം വന്നാലും, ഇതിനുള്ളിൽ എത്ര ടേം വന്നാലും ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ ഈ മെത്തേഡിലും ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി ഏതിനെ നമ്മൾ യു ആയിട്ട് എടുക്കും, ഏതിനെ വി ആയിട്ട് എടുക്കും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യു ഫസ്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൈലൈറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഈ ഹൈലൈറ്റ് എന്താണ്. ഈ ഹൈലൈറ്റ് ഓർമ്മിച്ച് വെച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏത് ക്വസ്റ്റ്യനെ ആണോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ആക്കാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ യു ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒരിക്കലും സൈനോ കോസോ ഈ റേസ്റ്റോ ഒന്നും 0 ആയിട്ട് പോവില്ല ഡിഫറൻഷിയേറ്റ് ചെയ്താൽ. അത് റിപ്പീറ്റഡ് ഫംഗ്ഷൻസ് ആണ്, പീരിയോഡിക് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ചെയ്യാം. അപ്പോൾ ഓൾജിബ്രയുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ആക്കാൻ പറ്റുന്ന ടേംസിനെയാണ് നമ്മൾ യു ആയിട്ട് ചൂസ് ചെയ്യുക.